ഞങ്ങൾ കാത്തിരിക്കായിരുന്നു ഉസ്താദ്. അകത്തേക്ക് വരാം. ഹാജിയുടെ കൊലപാതകത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഷമീമ എന്ന ജിന്നുമ്മ 45 ദിവസത്തെ രഹസ്യ പൂജ നടത്തി. സ്വർണം മൺകുടത്തിൽ അടച്ചു വെച്ചാൽ ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ളവരെ കണ്ടെത്തിയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കിയിരുന്നത്. അങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരന് ചാക്കിട്ട് പിടിച്ചത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? പ്രതികളുടെ വീട്ടിൽ നിന്ന് 5000 ഏലസുകളും തകിടുകളും പോലീസ് കണ്ടെടുത്തു. തകിട് പൂച്ചിട്ടുണ്ട്, പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട, എന്റെ തകിട് അത്ര മോശമൊന്നല്ല. കാസർകോട്ടെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയ 30 പവനോളം സ്വർണം അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വീട്ടില് സ്വർണ്ണം ഇരിക്കണ്ടോ? ആ സ്വർണം ഈ വീടിന് നാശാന്നാണ്. നിങ്ങൾ ഈ തർക്കം ഈ സ്വർണ്ണം ഇവിടെ കൊടുത്ത് ശുദ്ധീകരിക്കുന്നവരെ തീരില്ല. ഷമീമ എന്ന ജിന്നുമ്മയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരളത്തിന് പുറമെ കർണാടകയിലും മന്ത്രവാദത്തിന്റെ പേരിൽ നിരവധി പേരെ ഇവർ തട്ടിപ്പിനിരയാക്കിയതാണ് വിവരം. 25 പവൻ കാണുമല്ലേ? അതൊക്കെ കാശ് വിട്ട് മേടിക്കണമെങ്കിൽ കാശ് എത്ര വേണം തന്നിട്ട് ധാരണ? എന്ത് ഭംഗിയല്ലേ? ഭംഗിയൊക്കെ ഉണ്ടാവും വല്ലവരല്ലേ. കൈവശമുള്ള സ്വർണം ദുർമന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിച്ച് അതിനായി രഹസ്യ പൂജ നടത്തണമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കൂടോത്രം കാരണമാണെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. 45 ദിവസത്തെ പൂജ. ഓരോ ദിവസവും കർമ്മം ചെയ്ത ശേഷം സ്വർണം മൺകുടത്തിൽ അടച്ചു വെക്കണം. ഇതായിരുന്നു ജിന്നുമ്മ ഇരകളെ വിശ്വസിപ്പിച്ചിരുന്നത്. ഈ കോർട്ടില് ദേവി പറഞ്ഞ അത്ര ദിവസം ഇതിന് നിക്ഷേപിച്ച് വെക്കണം എന്നാണ് പറഞ്ഞത്. കർമ്മം ചെയ്യുന്ന ഓരോ ഇടവേളകളിലും കണ്ണടച്ചിരിക്കാൻ ആവശ്യപ്പെടും. ഈ സമയത്ത് ജിന്നുമ്മ സ്വർണം തന്റെ കൈവശമുള്ള ബാഗിലേക്ക് മാറ്റും. ഇത്തരത്തിൽ ഗഫൂറാജിൽ നിന്ന് 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ തട്ടിയെടുത്തത്. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ഇന്നത്തെ കണ്ടില്ലേ? സ്വർണ്ണം അടക്കം 10 കോടിയുടെ കവർച്ച. ഇവന്മാരുടെ പടം കണ്ടാ പറയോ ഇവരിതൊക്കെ ചെയ്യുമെന്ന്? ജിന്നുമ്മയുടെയും കൂട്ടാളികളുടെയും തട്ടിപ്പ് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കമ്പ്യൂട്ടർ യുഗം സാക്ഷര കേരളം എന്നൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഇത് ഇങ്ങനെ വരൂ. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും.